അപ്പോ ഏകദേശം എത്ര രൂപ വരുമാനം ഈ അടുത്തുണ്ടാവും? കൃത്യമായി അറിയില്ല. എന്നാലും ഒരു 10 ലക്ഷം വരൂ. ഒന്ന് മിണ്ടടോ മനുഷ്യ. വരും. അങ്ങനെ വരട്ടെ. ഒരു കൂട്ടുകച്ചവടം ആകുമ്പോ കണക്ക് കൃത്യമായിരിക്കണം. നരേന്ദ്രൻ പറ്റിക്കുന്നില്ല കേട്ടോ പറഞ്ഞത്. പിന്നീടൊരു കച്ചവശം ഉണ്ടാവരുതല്ലോ. അതുകൊണ്ട് കൃത്യമായ കണക്ക് എന്നെ കാണിക്കണം. ലാഭത്തിന്റെ നല്ലൊരു ഭാഗം അവർക്കുള്ളതാണെന്നാ ഇപ്പൊ എല്ലാരോടും പറയുന്നത്. അക്കൗണ്ട്സിൽ നിന്നും കണക്കുകൾ എടുത്ത് പരിശോധിക്കുന്നതായി അറിഞ്ഞു. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണം, അല്ലെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവും. ഓ, ഇത് പണ്ടാരണ്ട് പറഞ്ഞ പോലായി. എനിക്കും അങ്ങനെ തന്നെ തോന്നി. വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് ഇറങ്ങിപ്പോടോ. സാർ, ഇത് ബാർബിലാണ്. സാർ ഒപ്പിട്ടാ പേ ചെയ്യാറ്. ഏത് ബാർബില്? എനിക്ക് ബാറിൽ പോയി കുടിക്കുന്ന ശീലമില്ലല്ലോ. സാറല്ല, ഭാസ്കരൻ സാറാ. അതെ, നല്ലൊരു തുക വരും. തൽക്കാലം പേ ചെയ്യണ്ട. ഈ ബില്ലിന് നമ്മുടെ കമ്പനിയുമായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് ചെന്ന് പറഞ്ഞേക്ക്. യെസ് സാർ. സാർ, ഈ ബില്ലുകൾ ഇനി എന്ത് ചെയ്യണം സാറിനെ ഒന്ന് പറഞ്ഞേ. ആ നരേന്ദ്ര സാറിനോട് ഒരു ബന്ധം വെച്ചാൽ ഞങ്ങൾ ഇത് ചെയ്തു. വൃത്തിയായിട്ടോ സാർ എന്ത് പറഞ്ഞോ? തന്നെ അല്ലോടോ പറഞ്ഞേ. ഞാൻ എന്റെ അളിയനെ പറഞ്ഞ ബില്ല് എത്തേണ്ടതില്ലെങ്കിൽ ഞാൻ തരും. മനസ്സിലായി? എങ്കിൽ കാശ് ഇങ്ങോട്ട്. അയ്യോ, ഇപ്പൊ എന്റെ കാശില്ല. എസ്റ്റേറ്റിന്റെ ലാഭവിഹിതം കിട്ടട്ടെ, അപ്പൊ തരാം. മര്യാദക്ക് കാശ് വെച്ചിട്ട് പോണതാ നല്ലത്. ഇല്ല തടികടാവും. എടുക്കണോ ആ ബില്ലിങ്ങനെ? ഇത് ചെറിയ തുകയല്ലേ ഉള്ളൂ. നരേന്ദ്രൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം. ഞങ്ങൾ തമ്മിൽ അങ്ങനെ. നരേന്ദ്രൻ അളിയനാ അല്ലേ? അളിയൻ ആവശ്യമുള്ളത് കഴിച്ചു. വേഗം കൊടുക്കണോ? എന്നാലും ആ നരേന്ദ്രൻ കാണിച്ചത് തെണ്ടിത്തരമായിപ്പോയി. ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് കാര്യം മനസ്സിലായില്ല? അതോ മനസ്സിലായില്ലെന്ന് ഭാവിക്കുകയാണോ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. സ്വന്തം അളിയനൊരു അപകടത്തിൽ പെട്ടിട്ട് തിരിഞ്ഞു നോക്കാത്ത നീ ഒരു അളിയനാണോ? ആണോ? വേണ്ട വേണ്ട. നീ ഇല്ലേലും എനിക്ക് മാലിന്യം വേണ്ടി ജീവിക്കാം. നാട്ടിൽ നീ അല്ലാതെ വേറെ എങ്കിലും മാലിന്യം വേണ്ടടാ. നിന്നേക്കാൾ വലിയ പണക്കാർ, ഇതിനേക്കാൾ വലിയ ബംഗളാവുള്ളത് അവരൊക്കെ ഈ പകരുടെ പാക്കറ്റിലാണോ? പാക്കറ്റില് നിനക്കറിയാം. വേണ്ട, താഴേക്ക് പോരുത്. കുടിച്ചാ ചേട്ടൻ ഇങ്ങനാ. അച്ഛനെ വരെ വീട്ടിൽ വന്ന് ചീത്ത പറയും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച പോരെ. എന്നെ ഓർത്ത് ക്ഷമിക്കണം. നിന്നെ ഓർത്ത ഇത്ര നേരം ക്ഷമിച്ചത്. ഇനി അവൻ നാവിട്ടലച്ചാലുണ്ടല്ലോ, നിന്റെ ഏട്ടനെ ഞാൻ നോക്കൂല. കഴിവരുടെ നട്ടല്ലിയും ചവിട്ടി ഓടിയും. ഗുഡ് നൈറ്റ്. വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്ന്. എന്തിനാ വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം, നീ അങ്ങോട്ട് ഇരിക്കേ. അയ്യോ, എന്താ ഈ പറയണേ? എന്താ മാൻ ഇടിഞ്ഞു വിടുന്ന കാര്യമൊന്നുമല്ലല്ലോ. നീ അങ്ങോട്ട് ഇരിക്കേ. വേണ്ട, ചിലപ്പോ പെട്ടെന്ന് സാറ് വരും. വരില്ല, അളിയൻ എസ്റ്റേറ്റിൽ പോയിരിക്കുക. ഞാൻ പറയുന്നത് ഇറങ്ങിപ്പോടി. ഇങ്ങോട്ട് പോടാ. എന്താ ഇത്? എന്നെ ഇങ്ങോട്ടാ പിടിച്ചോണ്ട് പോണത്? ഈ പെങ്കൊച്ചിന് മാനക്കേടുണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇന്ന് തന്നെ നിങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ പോവാ. വലിയ ഉപകാരം. എനിക്ക് ഇവിടെ ഇഷ്ടമാ. കല്യാണം കഴിപ്പിച്ചു തന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എടാ, ആര് പറഞ്ഞിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അത് പിന്നെ പറയണോ? നരേന്ദ്ര സാറ് പറഞ്ഞിട്ടാ. എന്താ ഇവന്റെ തലയിൽ ഇവിടെ വെച്ച് കെട്ടാൻ അവൻ പറഞ്ഞോ? ഇന്ന് തന്നെ ഈ വിവാഹം നടത്തണം നരേന്ദ്ര സാർ ഏൽപ്പിച്ചതാ. അത് നടക്കില്ല എന്ന് അവനോട് പോയി പറഞ്ഞേട്ടാ. ഞങ്ങള് തമ്മിൽ ഇഷ്ടമാ. എത്ര കാലമായി നീ അവന്റെ ടൈപ്പിസ്റ്റ് ആയിട്ട്? പറഞ്ഞു. 3 വർഷമായി.
ഈ 3 കൊല്ലം നീ അവന്റെ വെപ്പാട്ടി ആയിരുന്നില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറയണി. ഈ പാവത്തിന്റെ തലയിൽ നിന്നെ പോലെ ഒരു സാധനത്തിനെ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്താ വേണ്ടത് എനിക്കറിയാം. അളിയാ, അനിയനെയും കൊണ്ട് വണ്ടി കയറ്. ഇവരെ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലെടുത്ത് ഞാനങ്ങ് വന്നേക്കാം. ഓ, നിന്ന് കിണുങ്ങാതറി. നിന്റെ തന്ത എന്റെ ഗോഡൌണിലാണെന്ന് ഓർമ്മ വേണം. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. നരേന്ദ്രൻ നിന്നെ കയറി പിടിച്ചു, നീ എതിർത്തു, അപ്പൊ അവൻ നിന്നെ തല്ലി. ഇതിന്റെയൊക്കെ ദൃക്സാക്ഷി ആ ചെറുക്കൻ. ഇന്ന് തൊഴിലാളി നേതാക്കന്മാർ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ ആ ചെറുക്കന് നീയും ഇതങ്ങ് സമ്മതിച്ചേക്കണം. ഇതെല്ലാം ആ ചെറുക്കൻ സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണോ? ഗോപുവിന്റെ വാക്കുകളാ പ്രശ്നങ്ങളൊക്കെ അട്ടിമറിച്ചത്. അവൻ സാറിനെതിരെ ഇങ്ങനെ പറയൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. തൊഴിലാളികൾ മൊത്തം ഇളകിയിരിക്കുക. അവരൊക്കെ ആ പെണ്ണും ചെറുക്കനും പറയുന്നത് മുഴുവനും വിശ്വസിച്ചിരിക്കുക. ഇതിന്റെയൊക്കെ പിന്നെ ചുക്കാൻ പിടിക്കുന്നത് അവനാ, ആ പ്രഭാകരൻ. എന്താ നരേന്ദ്ര, നീ ഞങ്ങളോടൊക്കെ പിണങ്ങിയോ? നിന്നോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഞങ്ങൾ അങ്ങോട്ട് വരാതിരുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വളരെ മോശമായ വാക്കുകളാണ് ആ തള്ളമാരും ഞങ്ങളോട് പറഞ്ഞത്. നിനക്കറിയോ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ നിനക്ക് കൂട്ടിത്തന്നാ ജീവിക്കുന്നതെന്നും മേലാൽ ആ വീട്ടിൽ കയറരുതെന്നും പറഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. ക്യാപ്റ്റനും മത്തായിയും കൂടി നിർബന്ധിച്ച എന്നെ ഇപ്പം ഇങ്ങോട്ട് അയച്ചത്. ഈ അവസ്ഥയില് നീ ഒറ്റപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീ ഞങ്ങൾക്ക് സ്വന്തം മോനെ പോലെയാ. ഞങ്ങള് ഞങ്ങളുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് നിന്നെയാ. അതൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞാനിത് വിശ്വസിക്കില്ല. സത്യം പറയടാ, എന്താ സംഭവിച്ചത്? സത്യം പറയാൻ. എന്താ മോളെ ഈ കാട്ടണേ? അവനെ വിട്. ഇല്ല, നരേന്ദ്രൻ അത് ചെയ്യില്ല. എനിക്കത് ഉറപ്പാ. ഇന്നലെ കണ്ട ഭർത്താവിനാണോടി നിന്റെ കൂടപ്പുറപ്പിനേക്കാളും നിനക്ക് വിശ്വാസം? അല്ലെങ്കിൽ തന്നെ ഗോപു എന്തിന് കള്ളം പറയണം? ഇനി അതും അല്ലെങ്കിൽ ഞാനൊന്നും ചോദിക്കട്ടെ, ഇത്രയും നേരമായിട്ട് അവനെന്താ കാണാത്തത്? നമ്മുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള തന്റെ ഇടമില്ലാഞ്ഞിട്ട്. അവൻ ഇപ്പം ഇങ്ങോട്ട് വരാതിരിക്കാനല്ലത്. ഇപ്പം ഇങ്ങോട്ട് വന്നാ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പിടിയില്ല. എന്താ നരേന്ദ്രേട്ടാ ഇത്? ഞാൻ എന്തൊക്കെ കേക്കണേ? എന്തൊക്കെയാണ് നീ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തന്റെ വെപ്പാട്ടി എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച അത്രയും ചെറ്റിത്തരം ഞാൻ കാണിച്ചിട്ടില്ല. എടാ, എന്റെ മോന്റെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ. കൊന്നുകളഞ്ഞ എല്ലാത്തിനെയും. എല്ലാവർക്കും വേണ്ടത് ഓഹരിയാണല്ലേ? ഇയാൾക്ക് വേണം ഓഹരി? വേണ്ട. മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. എനിക്കില്ലാതെ പോയ കൂടപ്പുറപ്പുകളുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടത്. എനിക്ക് തെറ്റി. മനസ്സാക്ഷിയില്ലാത്ത കുറെ വർഗങ്ങളെ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചത്. എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി എന്റെ ഭാര്യ മാത്രം മതി എന്റെ കൂടെ. ബാക്കി എല്ലാം ഇറങ്ങിക്കോണം. നാളെ നേരം വിളിക്കുമ്പോ ഒരെണ്ണത്തിന്റെ തലവെട്ടെങ്ങാനും ഇവിടെ കണ്ടുപോയാ എല്ലാത്തിനും കൊന്നു കുഴിച്ചു മൂടി ഞാൻ. മനസ്സിലായില്ലേ?